കാരയ്ക്കാൽ അമ്മയ്ക്ക് മാങ്കണി ഉത്സവം. കാരയ്ക്കാൽ നഗരത്തിന് അഭിമാനമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് കാരയ്ക്കാൽ അമ്മയുടെ മാങ്കണി ഉത്സവം. കാരയ്ക്കാൽ അമ്മയുടെ യഥാർത്ഥ പേര് പുനിതവതിയാർ എന്നാണ്. ഇദ്ദേഹി ശൈവവിശ്വാസത്തിലെ 63 നായന്മാരിൽ ഒരാളാണ്. ഇവരിൽ 3 സ്ത്രീ നായന്മാരുണ്ടായിരുന്നു. അതിൽ പ്രായത്തിൽ മുതിർന്നവളാണ് പുനിതവതിയാർ. പണ്ടൊരിക്കൽ കാരൈവനം എന്നു പേരുള്ള ഒരു നഗരമുണ്ടായിരുന്നു. അതിനുള്ളിൽ ചോളരുടെ കടൽ വ്യാപാര കേന്ദ്രമായിരുന്നു ഈ നഗരം. ഇന്നത്തെ കാരയ്ക്കാലിന്റെ പഴയ പേര് കാരൈവനം എന്നായിരുന്നു. ആ നഗരത്തിലെ ധനദത്തനും ധർമ്മവതിക്കും ജനിച്ച മകളായിരുന്നു പുനിതവതിയാർ. ശിവഭക്തിയോടുള്ള അതീവ ആകർഷണവും നിരന്തരമായ ശിവചിന്തയും ബാല്യത്തിലെ അവളുടെ ഉള്ളിൽ കുടികൊണ്ടു. വ്യാപാര കുടുംബത്തിൽ പിറന്നതുകൊണ്ട് അതിന്റെ പ്രതിഫലനമായിരിക്കും ഭക്തിയുടെ ആ ആഴം. പ്രായപൂർത്തിയായപ്പോൾ മാതാപിതാക്കൾ അവളെ പരമദത്തൻ എന്ന നാഗപട്ടണത്തുകാരനായ ധനിക വ്യാപാരിയുമായി വിവാഹം കഴിപ്പിച്ചു. വിവാഹശേഷം കുറച്ചു ദിവസങ്ങൾക്കകം ഒരു വ്യാപാരി അവളുടെ ഭർത്താവിന്റെ കടയിലെത്തി 2 മാമ്പഴങ്ങൾ അവന് നൽകി. അവനത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസവും ഒരു ശിവഭക്തന് അന്നദാനം നൽകി ശേഷിച്ച ഭോജനം എടുക്കാറുള്ളത് പുനിതവതിയാരുടെ പതിവാണ്. ഒരു ദിവസം ശിവാരാധന ചെയ്യുമ്പോഴാണ് ഒരു ശിവഭക്തൻ അതിയായ വിശപ്പോടെ അവളുടെ വീട്ടിലെത്തിയത്. വീട്ടിൽ പാചകം നടന്നുകൊണ്ടിരുന്നതിനാൽ അവൾ അവന് ആ അന്നത്തോടൊപ്പം ഒരു മാമ്പഴം കൂടി നൽകി. ഭർത്താവായ പരമദത്തൻ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ പുനിതവതിയാർ ആഹാരത്തിന് ശേഷം ശേഷിച്ച ഒരു മാമ്പഴം അദ്ദേഹത്തിന് നൽകി. അതിന്റെ രുചി അതിരുചികരമായിരുന്നതുകൊണ്ട് മറ്റേ മാമ്പഴവും ആവശ്യപ്പെട്ടു. ഒന്നും അറിയാത്ത പുനിതവതിയാർ ശിവനോട് അടുക്കളയിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ മുകളിൽ നിന്നൊരു മാമ്പഴം അവളുടെ കയ്യിലേക്ക് വന്നു വീണു. സന്തോഷത്തോടെ അത് ഭർത്താവിന് നൽകി. ആദ്യം കിട്ടിയ മാമ്പഴത്തെക്കാൾ രുചികരമായതുകൊണ്ട് സംശയം തോന്നിയ പരമദത്തൻ അവളോട് ചോദിച്ചു. അവൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പക്ഷെ അദ്ദേഹം അത് വിശ്വസിച്ചില്ല. ശിവനാണ് ഈ മാമ്പഴം തന്നതെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചോദിക്കാൻ അവളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വീണ്ടും ശിവനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മാമ്പഴം കൂടി ലഭിച്ചു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട പരമദത്തൻ ഇവളൊരു ദൈവിക സ്ത്രീയാണ്, ഇവളോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളിൽ നിന്ന് അകലുന്നു. അവിടെ നിന്നും പുറപ്പെട്ടു പോയ അദ്ദേഹം മധുരയിൽ ചെന്ന് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അദ്ദേഹം അവിടെ കച്ചവടവും ആരംഭിക്കുന്നു. അങ്ങനെ അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. ആ പെൺകുട്ടിക്ക് അവർ പുനിതവതി എന്ന പേരും വെക്കുന്നു. ഇതറിഞ്ഞ പുനിതവതിയുടെ ബന്ധുക്കൾ അവളെയും കൂട്ടിക്കൊണ്ട് മധുരയിലേക്ക് പോകുന്നു. തന്റെ അടുത്തേക്ക് വന്ന ഭാര്യയെ കണ്ട പരമദത്തൻ അവളെ ദൈവമായി കണ്ട് ഭാര്യയും മകളോടൊപ്പം അവളുടെ കാലിലേക്ക് വീഴുന്നു. ഇവൾ ദൈവിക ശക്തി ഉള്ളവളാണെന്നും അതുകൊണ്ട് എല്ലാവരും ഇവളുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കണ്ട പുനിതവതിയാർ ഭർത്താവിനായി നിലനിർത്തിയിരുന്ന ഈ സുന്ദര ശരീരം ഉപേക്ഷിച്ച് ശിവഭക്തയായ ഭൂതഗണമായി മാറാൻ ശിവനോട് അപേക്ഷിക്കുന്നു. ശിവൻ അവളുടെ ആഗ്രഹം സഫലീകരിക്കുന്നു. ഇങ്ങനെ ഉന്നതമായ ചരിത്രമുള്ള കാരയ്ക്കാൽ അമ്മയുടെ മഹത്വം അനുസ്മരിക്കുന്ന ഈ കാരയ്ക്കാൽ അമ്മയുടെ മാങ്കണി ഉത്സവത്തിൽ പങ്കെടുക്കുകയും മാമ്പഴം ലഭിക്കുകയും ചെയ്യുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും എന്നത് ഭക്തരുടെ വിശ്വാസമാണ് എല്ലാം. ഭാഗ്യം ചാനലിനു വേണ്ടി സ്നേഹത്തോടെ കല്യാൺ ജുവലേഴ്സ്.